ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് കറണ്ട് ബില്ലിനെ പേടിക്കാതെ എങ്ങനെ നമുക്ക് വൈദ്യുതി ധാരാളമായിട്ട് ഉപയോഗിക്കാം. അത് നമ്മൾ KSEB തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്, സോളാർ പ്രോജക്റ്റ്. അത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇതിലെ കണ്ടന്റിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ സോളാറിൻ്റെ KSEBയുടെ നമ്മൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്കറിയാം. അവിടെ സൗര പ്രൊജക്റ്റ് എന്ന് പറയുന്ന പുരപ്പുര സൗരോർജ്ജ പദ്ധതി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനെല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതിനകത്ത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ KSEB നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഏത് പദ്ധതിയാണ്, നമ്മൾ ഏത് പദ്ധതിക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ അതിലെ 2 സ്കീമുകളെ പറ്റി ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കാം. അപ്പോൾ ഒന്ന്, നമ്മൾ ചെറിയൊരു ശതമാനം ചിലവ് നമ്മൾ KSEBക്ക് കൊടുത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു പ്ലാനും, മറ്റത് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി പൂർണ്ണമായും നമുക്ക് തരും. പക്ഷേ എന്നാൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചാർജിൻ്റെ 40% വരെ സബ്സിഡിയോട് കൂടിയിട്ടാണ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ 2 സ്കീമുകളാണുള്ളത്. രണ്ടും ഗാർഹിക ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. നമുക്ക് 2 kWh മുതൽ 3 kWh വരെയാണ് ആദ്യത്തെ പദ്ധതിയിൽ വരുന്നത്. അത് ഒരു 200 യൂണിറ്റ് മാസം ഉപയോഗം ഉള്ള കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചാണ് അതുള്ളത്. അതിൽ 25 വർഷം ഈ പാനലും അതിനോടനുബന്ധിച്ച എക്യുപ്മെൻസും എല്ലാം മെയിൻ്റനൻസും KSEB ആണെന്നാണ് ഈ വെബ്സൈറ്റിനകത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവും. രണ്ടാമത്തെ ആണെങ്കിൽ 40% സബ്സിഡിയാണ്. അപ്പോൾ ആദ്യത്തെ സ്കീമിൽ നമുക്ക് സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് ആദ്യത്തെ സ്കീമായിരിക്കും വളരെയധികം ഉപകാരം. നമുക്ക് 1 kWh 6200 രൂപ വെച്ച് ഏകദേശം ഒരു 3 kWh പാനൽ ഇതാണ് നമ്മൾ പ്രോജക്റ്റാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 19,800, അതായത് 3 × 6200 18,600, ഒരു 1,200 രൂപ രജിസ്ട്രേഷൻ ചാർജും ഉൾപ്പെടെ ഒരു 19,800 ആയിരിക്കും നമ്മുടെ എക്സ്പെൻസ് വരുന്നത്. അത് അതായത് 54,000 രൂപ 1 kWh പ്രോജക്റ്റ് കണക്കാക്കിയാണ് ഒരു എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി പറഞ്ഞാൽ 1 kWh ഏകദേശം 4 യൂണിറ്റ് വൈദ്യുതിയോളം ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ 12 യൂണിറ്റോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിൻ്റെ ഒരു 25%, അതായത് 3 യൂണിറ്റ് നമുക്ക് ഡെയിലി നമുക്ക് തന്നെ KSEB തരും. അങ്ങനെ ഒരു മാസം നമുക്ക് ഏകദേശം 90 യൂണിറ്റ്, 2 മാസം നമുക്ക് 150 യൂണിറ്റോളം വരും. അതായത് ഏകദേശം ഒരു കറണ്ട് ബില്ല് നമുക്ക് ഒരു മാസം 400 രൂപയ്ക്ക് ഇക്വലായിട്ടുള്ള വൈദ്യുതി നമുക്ക് KSEB ഇങ്ങോട്ട് തന്നെ തരുന്നതാണ്. ഇത് നമുക്ക് ഇതിലെ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ കൺസംഷൻ 90 യൂണിറ്റ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് 2 മാസം 150 യൂണിറ്റ്, ഏകദേശം 800 രൂപ ബില്ല്. അങ്ങനെ നമുക്ക് കണക്കാക്കുമ്പോൾ ഒരു 50 മാസത്തിനുള്ളിൽ 50ാമത്തെ മാസം തൊട്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് മുഴുവൻ ലാഭമായിട്ട് നമുക്ക് 50ാമത്തെ മാസം തൊട്ട് നമ്മളുടെ വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് ഈ പ്രോജക്റ്റ് പറയുന്നത്. 25 വർഷം KSEB മെയിൻ്റനൻസ് ആണെന്ന് പറയുന്നു. അവർ ഫുൾ ഇൻസ്റ്റലേഷൻ ആണ്, എല്ലാ വർക്കും അവരാണ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന റൂഫ് ടോപ്പ് നമ്മൾ അവർക്ക് കൊടുക്കണം. ഇത്രയും പാനൽ വെക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 5 വർഷം 50 മാസം കഴിഞ്ഞാൽ, ഒരു 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസ ഇല്ലാതെ, ഒരു ചിലവും ഇല്ലാതെ നമുക്ക് വൈദ്യുതി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായെങ്കിലും നമുക്ക് ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവർക്കും വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടില്ല, കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അവർ കോൺടാക്ട് ചെയ്യുന്നതാണ് അറിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കൂടാതെ എല്ലാവരും ഈ പ്രോജക്റ്റ് ഫീസിബിൾ ആണോ എന്ന് ആലോചിച്ച് ചെയ്യുന്നത് ഭാവിയിലേക്ക് വളരെ നല്ലതായിരിക്കും എന്ന് പ്രയത്നത്തോടുകൂടി ഞാൻ നിർത്തുന്നു.